വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും മോഷണം പോയി. കവർച്ച നടത്തിയത് മുഖംമൂടി ധരിച്ചെത്തിയ 2 അംഗ സംഘം. ശ്രീകുരുമ്പക്കാവിനെ ചെമ്പട്ടണിയിച്ച് ആയിരങ്ങൾ കാവ് തീണ്ടി. ഭരണി ആഘോഷത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായി പോലീസുകാർ. അപകടത്തിൽപ്പെട്ട ചിറ്റിശ്ശേരി സ്വദേശി വിനുവിനെയും കുടുംബത്തെയുമാണ് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. പുലിഭീതിയിലായ ചാലക്കുടി കണ്ണമ്പുഴ പ്രദേശത്ത് കൂടുതൽ സജ്ജീകരണങ്ങളുമായി വനം വകുപ്പ്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും ഭീതി വിതച്ച് പായുന്ന പുലി കാടുകുറ്റിയിലും എത്തി. വെള്ളിക്കുളങ്ങര ചൊക്കനാത്തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. വാർത്തകൾ വിശദമായി. 1 മാസക്കാലത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട് മുസ്ലിം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഇത്തവണ 29 നോമ്പ് പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിച്ചത്. പുതുവസ്ത്രമണിഞ്ഞും അത്തറ് പൂശിയും വിശ്വാസികൾ രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും എത്തി. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്ത് വിശ്വാസികൾ മധുരം വിതരണം ചെയ്തു. തുടർന്ന് മരിച്ചവരുടെ കബറിടങ്ങളിൽ സിയാറത്ത് നടത്തി. തൃശൂർ CMS സ്കൂളിൽ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരത്തിന് പങ്കെടുത്തവർക്ക് റവന്യൂ മന്ത്രി കെ രാജൻ, മേയർ MK വർഗീസ്, MLA P ബാലചന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. തൃശൂർ ശങ്കരയ്യർ റോഡിലെ അൽ മുസ്തഫ ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സിദ്ദിഖ് ഫൈസി മങ്കര നേതൃത്വം നൽകി. സെക്രട്ടറി മുഹമ്മദ് റഷീദ് പെരുന്നാൾ ആശംസകൾ നേർന്നു. തലോരിൽ മൊബൈൽ ഫോൺ ഷോപ്പിൽ വൻ കവർച്ച. ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു. തലോർ സെന്ററിൽ പ്രവർത്തിക്കുന്ന അഫാദ് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കവർച്ച നടത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കളെത്തിയത്. ഷോപ്പിന്റെ മുൻവശത്തെ CCTV ക്യാമറ നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ഷട്ടർ തകർത്ത് അകത്ത് കയറിയത്. മുഖം മറച്ച് 2 പേർ അകത്ത് കയറി ഷെൽഫിൽ വെച്ചിരുന്ന വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും 2 ചാക്കുകളാക്കി കൊണ്ടുപോകുന്നത് ഷോപ്പിനുള്ളിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മേശയിൽ സൂക്ഷിച്ച പണവും ഇവർ കവർന്നു. സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പിന്റെ മുൻപിലേക്ക് ഇവരുടെ കാർ കയറ്റിയിടുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കടയുടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം ഷോപ്പിന്റെ ഷട്ടർ ഉയർത്തി നിർത്തിയാണ് സംഘം കവർച്ച നടത്തിയത്. ഈ സമയത്ത് മൊബൈൽ ഷോപ്പിന് സമീപത്തെ കടയിലേക്ക് പച്ചക്കറിയുമായി വന്ന പിക്കപ്പ് ഡ്രൈവർ വരുന്നത് കണ്ട് മോഷ്ടാക്കൾ കാറെടുത്ത് പോകുകയായിരുന്നു. തൈക്കാട്ടുശ്ശേരി റോഡിലേക്ക് തിരിഞ്ഞു പോകുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ചാലക്കുടി DVSPയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. TCV ന്യൂസ്, പുതുക്കാട്. അരമണിക്കിലുക്കി ഉറഞ്ഞുതുള്ളി ചെഞ്ചോലയുടുത്ത ആയിരങ്ങൾ ശ്രീകുരുമ്പക്കാവിൽ അശ്വതികാവ് തീണ്ടി. അലകടലിളകും കണക്കെ ഇരമ്പിയുണർന്ന ശ്രീകുരുമ്പക്കാവ്. കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണിരാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെയാണ് കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായത്. പതിവ് പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദനച്ചാർത്ത് പൂജ ആരംഭിച്ചു. കുന്നത്തുമഠം, നീലത്തുമഠം, മഠത്തിൽ മഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദനച്ചാർത്ത് എന്നാണ് വിശ്വാസം. 7.5 നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദനച്ചാർത്ത് പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. കുരുമ്പക്കാവിലെ ആരവത്തിനു മീതെ ഒരു നിമിഷം നിശബ്ദത പെയ്തിറങ്ങി. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ച കോയ്മപ്പട്ട് കുടയുയർത്തിയതും പാലക്കവേലൻ ദേവീദാസൻ ആദ്യം കാവുതീണ്ടി.
നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിനെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിലെ വാതിൽ മാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലി അർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷത്തിന് സമാപനമാകും. TCV കൊടുങ്ങല്ലൂർ. എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായത് പോലീസുകാർ. ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലെ CPOമാരായ മടവാക്കര മാളിയേക്കൽ പറമ്പിൽ ഷാബു, ചിറ്റിശ്ശേരി നടുവിൽ വീട്ടിൽ ശരത് എന്നിവരാണ് രക്ഷകരായത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ ഓടൻചിറ ഷട്ടറിന് സമീപം ബൈക്കുകൾ നിർത്തി സെൽഫി എടുക്കുന്നതിനിടെയാണ് മറുകരയിൽ വലിയ ശബ്ദത്തോടെ ഓട്ടോ പുഴയിലേക്ക് മറിയുന്ന ശബ്ദം കേട്ടത്. ഓട്ടോയിൽ ഉണ്ടായിരുന്നവരുടെ നിലവിളി കേട്ടതോടെ ബൈക്കെടുത്ത് ഷട്ടറിന് മുകളിലൂടെ പോലീസുകാർ മറുകരയെത്തി. ഒരാൾ പുഴയിലേക്ക് ചാടി. ഓരോരുത്തരെയായി രക്ഷപ്പെടുത്തി. ഈ സമയം നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. ഊരകത്തുനിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണത്. ചിറ്റിശ്ശേരി സ്വദേശി കുരുതുകുളങ്ങര വീട്ടിൽ വിനുവും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും ഭീതി വിതച്ച് പായുന്ന പുലി കാടുകുറ്റിയിലും എത്തി. കാടുകുറ്റി പള്ളി റോഡിലെ സിമേദിപ്പടിയിൽ വീട്ടുപറമ്പിൽ തിങ്കളാഴ്ച വൈകിട്ട് പുലിയെ കണ്ടതായി പരിസരവാസികൾ പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കാൽപ്പാടുകളും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം കണ്ണമ്പുഴ കടവിൽ കണ്ട പുലി പുഴയിലൂടെ നീന്തി മറുകര എത്തിയെന്നാണ് നിഗമനം. അനുദിനം ജനങ്ങൾക്ക് ഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രതിരോധ നടപടികളിലേക്ക് കടക്കുമെന്ന് വാഴച്ചാൽ DFO അറിയിച്ചു. 30ഓളം തെർമൽ ക്യാമറകൾ ചാലക്കുടി പുഴയുടെ ഇടതുകര കേന്ദ്രീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഘടിപ്പിക്കും. പുതിയതായി ഒരു കെണിക്കൂട് കൂടി കാടുകുറ്റി സീമേദിപ്പടിയിലും സ്ഥാപിക്കും. പുഴയുടെ വലതുകരയിൽ കണ്ണമ്പുഴ മുതൽ പടിഞ്ഞാറെ ചാലക്കുടി വരെയുള്ള പ്രദേശത്ത് 29 ക്യാമറകൾ സ്ഥാപിക്കാനും നീക്കമുണ്ട്. വെള്ളിക്കുളങ്ങര ചൊക്കന തോട്ടമേഖലയിലെ കാട്ടാന ശല്യത്തിന് കുറവില്ല. കഴിഞ്ഞ ദിവസം രാത്രി ചൊക്കനയിലെ തൊഴിലാളികളുടെ വാസസ്ഥലത്ത് അടുത്തെത്തിയ കാട്ടാന പുലരും വരെ പാടികളുടെ മുറ്റത്ത് നിലയുറപ്പിച്ചത് തൊഴിലാളി കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തി. കഴിഞ്ഞ 1 മാസത്തോളമായി പതിവായി പാടികളുടെ മുറ്റത്തെത്തുന്ന കാട്ടാനയെ ഭയന്നാണ് തൊഴിലാളികളുടെ ജീവിതം. ഞങ്ങൾക്ക് മൂന്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കൈ കഴുകാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള പണികൾക്കോ ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ തന്നെ പേടിയായിട്ടിരിക്കുന്നു. ബാക്കിലാണെങ്കിൽ എപ്പോഴും ആന വന്നിങ്ങനെ നിൽക്കുക, പ്ലാവ് ചുറ്റും നടക്കുക, ഇത് കുലുക്കുക, പ്ലാവ് കുലുക്കുക, ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് പേടിയായിട്ട് പാടില്ല. ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇനി എന്നാണ് ഈ പാടിയെ കുത്തിപ്പൊളിച്ച് ഇതാവണമെന്ന് അറിയില്ല. അത്രയും പേടിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഓരോരുത്തരും ജീവിക്കുന്നത്. ഞായറാഴ്ച രാത്രി എത്തിയ കാട്ടാനയെ 10 മണിയോടെ പാടിയിലുള്ള തൊഴിലാളികൾ ഒച്ചയെടുത്ത് തുരത്തിയെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ആന പാടികൾക്കു സമീപം വീണ്ടും എത്തി. പാടികളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകൾ കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. തകരാറിലായ പൈപ്പുകൾ മാറ്റി തോട്ടം അധികൃതർ ജലവിതരണം പുനഃസ്ഥാപിച്ചു. 2 മുറികൾ മാത്രമുള്ള തൊഴിലാളി പാടികളിൽ കഴിയുന്നവർക്ക് അടുക്കളപാത്രങ്ങളും വസ്ത്രങ്ങളും കഴുകുന്നതിനും ശുചിമുറിയിൽ പോകുന്നതിനും പുറത്തിറങ്ങണം. എന്നാൽ മുറ്റത്ത് ആനയുടെ സാന്നിധ്യമുള്ളതിനാൽ ഭയം മൂലം പലപ്പോഴും രാത്രിയിൽ പുറത്തിറങ്ങാതെ കഴിച്ചു കൂട്ടേണ്ടി വരികയാണെന്ന് തൊഴിലാളികൾ പറയുന്നു. കഴിഞ്ഞ 1 മാസത്തിലേറെയായി ഇതാണ് അവസ്ഥ. ഏതാനും വർഷം മുമ്പ് ഇവിടെ തൊഴിലാളി പാടിയോട് ചേർന്ന് കാട്ടാന നിൽക്കുന്നത് കണ്ട് യുവതി കുഴഞ്ഞു വീണു മരിച്ചിരുന്നു. രാത്രിയിൽ വാസസ്ഥലത്ത് കാട്ടാന എത്തുമ്പോൾ സഹായത്തിന് വനപാലകരെ വിളിച്ചാലും പലപ്പോഴും അവർ എത്താറില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. പണിക്ക് തന്നെ ഇറങ്ങി പേടിച്ച് വിറച്ച് വരുമ്പോൾ വീട്ടിൽ വന്നാലും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് അവസ്ഥ. ഞങ്ങളുടെ കുളിക്കാൻ പോലും ബാത്റൂമിൽ കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടാണ് പേടിച്ചിട്ട്. മുറ്റത്ത് ഒക്കെ ആന ഇങ്ങനെ നടക്കണ കാരണം കൊണ്ട് ഭയങ്കര പേടിയായിട്ടാണ് ഞങ്ങളുടെ ഒരു ജീവിതം. ഫോറസ്റ്റുകാരൊന്നും ഈ പരിസരത്ത് ഞങ്ങൾ പറഞ്ഞാലും അവര് ആ റോട്ടിൽ കൂടെ പോകാന്നല്ലാണ്ട് ഒരു സ്ഥലത്തേക്കും കയറി വരില്ല. പാടികൾക്ക് സമീപത്തേക്ക് പതിവായി എത്തുന്ന കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ വനം വകുപ്പ് അധികൃതർ നടപടിയെടുക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്കാവശ്യമായ ചമയങ്ങൾ ഒരുങ്ങി. ശാസ്താവിന്റെ തിരുനടയിൽ ബുധനാഴ്ച വൈകിട്ട് 5 മുതൽ ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങും. കോലം, പട്ടുകുടകൾ, ചൂരപ്പുളി നെറ്റിപ്പട്ടങ്ങൾ, വക്കകൾ, മണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം എന്നിവയുടെ നവീകരണവും പുതിയതായി ഒരുക്കുന്ന ചമയങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായി. കുടയുടെ ഒറ്റൽ പെരുമ്പിള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണ്ണമുക്കൽ ചേർപ്പ് KA ജോസും തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും
മണിക്കൂട്ടം മിനുക്കൽ പെരിങ്ങാവ് രാജനും വിവിധതരം വിളക്കുകൾ, കൈപ്പന്തത്തിന്റെ നാഴികൾ എന്നിവ പോളിഷിംഗ് ചെയ്യുന്ന ജോലികൾ ഇരിഞ്ഞാലക്കുട ബെൽവിക്സ് എന്ന സഹകരണ സ്ഥാപനവും ചുമതലക്കാരായിരുന്നു. ആലവട്ടം, ചാമരം എന്നിവ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറാണ് ഒരുക്കിയത്. തിരുവുടയാട, ഓണപ്പുടവകൾ, നെയ്യ്, കൈപ്പന്തത്തിനു വേണ്ടതായ വെളിച്ചെണ്ണ, എള്ളെണ്ണ, മറ്റ് ദ്രവ്യങ്ങൾ എന്നിവയും ശാസ്താവിന് സമർപ്പിക്കും. ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ശുദ്ധി തുടങ്ങും. കുന്നംകുളം ആർത്താറ്റ് തെങ്ങിന്റെ മുകളിൽ കുടുങ്ങിയ തൊഴിലാളിയെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. ഇരിങ്ങപ്പുറം സ്വദേശി സുരേഷിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ആർത്താറ്റ് സ്വദേശി രാജന്റെ വീട്ടിലെ തെങ്ങിലാണ് തൊഴിലാളി കുടുങ്ങിയത്. കൊടകര സ്വദേശിയും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനുമായ രാജേഷ് പൊന്നാത്ത് എഴുതിയ അടയാളം കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ EN രാജു പുസ്തകം ഏറ്റുവാങ്ങി. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി അധ്യക്ഷത വഹിച്ചു. കവി വർഗീസ് ആന്റണി പുസ്തകം പരിചയപ്പെടുത്തി. എഴുത്തുകാരൻ K നിതിൻ, ബ്രഹ്മകുമാരി പ്രസന്ന, അജു ഷീല ഗോപാലൻ, P ശിവശങ്കരൻ, K പ്രസാദ്, രാജേഷ് പൊന്നാത്ത് എന്നിവർ സംസാരിച്ചു. നവരശ്മി ബാലജന സഖ്യത്തിന്റെ 26ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരികോത്സവം വർണ്ണാഭമായി. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പിന്നണി ഗായിക N ലതികയ്ക്ക് നൽകി ആദരിച്ചു. സാംസ്കാരികോത്സവം കൺവീനർ KB പ്രമോദ് അധ്യക്ഷനായി. കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ TT പോൾ, ചേനം തരിശുപടവ് പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി എന്നിവരെ കർമ്മശ്രേഷ്ഠ പുരസ്കാരവും മാസ്റ്റർ ജോസഫ് ആന്റണിയെ ബാലപ്രതിഭാ പുരസ്കാരവും നൽകി ആദരിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, സംഗീത സംവിധായകൻ നടേശ് ശങ്കർ, TT പോൾ, KL ആന്റണി, KB പ്രസാദ്, PK ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കാതോട് കാതോരം സംഗീത നിശയും കലാ അരങ്ങും അരങ്ങേറി. ഗായകരായ N ലതിക, എടപ്പാൾ വിശ്വനാഥൻ, റീന മുരളി, കിഷോർ കേശവ്, U ഉമേഷ് നായർ, പ്രദീപ് ചൊവ്വൂർ, മണികണ്ഠൻ കിഴക്കൂട്ട്, ഗൗരി നാരായണൻ, അക്ഷര മണികണ്ഠൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ഞാനൊരു 600ഓളം ആണെങ്കിലും ഒന്നിന്റെ പാട്ടുകളൊക്കെ ചിലപ്പോൾ. പതിയാരം നെല്ലുവായ് തോട്ടിലെ തടയണയ്ക്ക് ഷട്ടർ സ്ഥാപിച്ചു. കുന്നത്തേരി നെല്ലുവായ് പാടശേഖരത്തിലെ നെൽകൃഷിക്ക് വെള്ളം സംഭരിക്കുന്നതിനു വേണ്ടിയാണ് തോട്ടിൽ തടയണ നിർമ്മിച്ചത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്താണ് തടയണയ്ക്കും ഷട്ടറിനും വേണ്ടി 16 ലക്ഷം രൂപ അനുവദിച്ചത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജിന്റെ ആവശ്യപ്രകാരം 2 ഘട്ടങ്ങളായാണ് ഫണ്ട് വകയിരുത്തിയത്. കർഷകർക്ക് അനായാസം പ്രവർത്തിപ്പിക്കുന്നതിനായി ഫൈബർ ഷട്ടറാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, NP അജയൻ എന്നിവരും പാടശേഖര സമിതി ഭാരവാഹികളും നിർമ്മാണ പ്രവർത്തനം വിലയിരുത്താൻ സന്ദർശനം നടത്തി. ഈ പ്രദേശത്തെ ആളുകളുടെ ഏറെക്കാലത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹവും ആവശ്യവുമായിരുന്നു തടയണ എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2 പദ്ധതികളിലായി വെച്ചുകൊണ്ട് ഒരു തടയണ ഇവിടെ സാധ്യമാക്കിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ അതിൻ്റെ മറ്റ് പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളും, 2ാം ഘട്ടത്തിൽ ഫൈബർ രീതിയിലുള്ള ഒരു തടയണ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രദേശത്തെ കർഷകർക്ക് ഗുണകരമാണെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, വിശ്വാസത്തിലാണ് ഇത്തരമൊരു പദ്ധതിയിലേക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വന്നിട്ടുള്ളത്. തടയണയിലേക്ക് ഇറങ്ങുവാൻ ആവശ്യമായ പടവുകളും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതായി VC ബിനോജ് അറിയിച്ചു. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കാഞ്ചേരി കരുമത്ര പിഞ്ചിലത്ത് വീട്ടിൽ 55 വയസ്സുള്ള മണികണ്ഠനെയാണ് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പെരുവല്ലൂരിൽ കാറിൽ കഞ്ചാവ് കടത്തുന്നതിനിടെ 2 യുവാക്കൾ പോലീസ് പിടിയിലായി. പെരിങ്ങോട്ടുകര കണ്ണാറ വീട്ടിൽ ലിഷൻ, പെരുവല്ലൂർ പുത്തൻ വീട്ടിൽ ആൻഡോ എന്നിവരെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡും പാവറട്ടി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കാറിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലൂർ വായനശാലയ്ക്ക് സമീപം വെച്ചാണ് കാറിൽ പോവുകയായിരുന്ന ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. പോലീസ് കമ്മീഷണറുടെ സ്ക്വാഡിന് കഞ്ചാവ് കാറിൽ കടത്തുന്നുണ്ടെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാവറട്ടി പോലീസും കമ്മീഷണറുടെ സ്ക്വാഡും കൂടി കാർ പരിശോധന നടത്തിയതിനെ തുടർന്നാണ് ഇവർ പിടിയിലായത്. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, SI വിനോദ്, കമ്മീഷണർ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതികളെ പിടികൂടിയത്. എരുമപ്പെട്ടി തിപ്പല്ലൂരിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റും മതിലും ഇടിച്ചു തകർത്തു. മാഞ്ഞാർ പാടത്തിന് സമീപം കള്ളുമായി പോവുകയായിരുന്ന പിക്കപ്പാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന മങ്ങാട് ചാത്തംകുളം
അയ്യം കോവിലിനകത്ത് രഘു, കൂടെയുണ്ടായിരുന്ന കടങ്ങോട് തെക്കുമുറി കുഴിപ്പറമ്പിൽ സുരേന്ദ്രൻ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിള അധിഷ്ഠിത കൃഷിരീതിയിൽ നിന്നും വിളയിടാധിഷ്ഠിത കൃഷിരീതിയിലേക്ക് കർഷകർ പൂർണ്ണമായും മാറണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു. മുല്ലശ്ശേരി പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നെൽകർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തരിശുരഹിത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ശ്രമം തുടരേണ്ടതുണ്ടെന്നും തണ്ണീർത്തടങ്ങളും കൃഷിയിടങ്ങളും നികത്തുന്നത് കർശനമായി തടയുമെന്നും മന്ത്രി പറഞ്ഞു. മുരളി പെരുന്നെല്ലി MLA യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബെന്നി ആന്റണി, വൈസ് പ്രസിഡന്റ് KP ആലി തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണ് നന്നായാൽ എല്ലാം നന്നാവുമെന്ന് ചലച്ചിത്ര നടനും ജൈവ കർഷകനുമായ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റും ഇത്തുപ്പാടം പ്രകൃതി അഗ്രോ ജൈവ കർഷക കൂട്ടവും ചേർന്ന് തരിശു നിലങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും ഒരുക്കുന്ന ജൈവ പച്ചക്കറി തോട്ടങ്ങൾക്കായുള്ള വിത്ത് നടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി അറിവുകൾ പകർന്നു നൽകി കുട്ടികളെ വളർത്തണം. പഴമയെ ചേർത്ത് പിടിച്ചും പുതുമയെ ഒപ്പം നിർത്തിയും മുന്നോട്ടു പോകാൻ കഴിയണമെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. MR അനിയൻ അധ്യക്ഷത വഹിച്ചു. ജൈവ കർഷകൻ TP വിനയന്റെ നേതൃത്വത്തിലായിരുന്നു വിത്തൊരുക്കിയത്. അക്ഷയശ്രീ അവാർഡ് നേടിയ TP വിനയൻ, വിജിത ദമ്പതികളെ ജൈവ കർഷക സേവ സമിതി സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ തുറവൂർ ആദരിച്ചു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് TA ശിവരാമൻ, മറ്റത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് TD സഹജൻ, സെക്രട്ടറി ഷീല രാജൻ, PV വേലായുധൻ, TD ജയപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിന്നെ മണ്ണ് നന്നായാൽ ഏറെക്കുറെ എല്ലാം നന്നാവും. പാടം നന്നായാൽ ഏറെക്കുറെ എല്ലാം നന്നാവും. ഒരു വീട്ടിൽ അമ്മ നന്നായാൽ ആ വീട് നന്നാവും. ഇത്തിച്ചിരി മോശമാണെങ്കിലും കുഴപ്പമില്ല, നല്ല വിളവുണ്ടാവും. ഓടിയുള്ളവനും ഒന്നുമില്ലാത്തവനും ദരിദ്രനായി യാചകനായി പോകുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് ക്യാൻസർ. അതിനെങ്കിലും ഓർത്തുകൊണ്ട് ദയവ് ചെയ്ത് മണ്ണിലേക്കൊന്ന് ചവിട്ടാൻ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക, പ്രേരിപ്പിക്കുക. മനുഷ്യജീവിതത്തെ സമൂലമായി ബാധിക്കുന്ന സർവ്വവിനാശകാരിയായ ലഹരി വിപത്തിനെതിരെ പന്നിത്തടം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹല്ല് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ പന്നിത്തടം മഹല്ലിൽ നടപ്പിലാക്കുമെന്ന് മഹല്ല് കമ്മിറ്റി അറിയിച്ചു. മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ പുരളിയിൽ അബൂബക്കർ, VS അബൂബക്കർ, ഹിൽട്ടൺ അബൂബക്കർ, MS ബഷീർ, അൽ അമീൻ ഉസ്മാൻ ഹാജി, KH ഹമീദ്, സത്താർ നീണ്ടൂർ, MM ജമാൽ, റഫീഖ് ഐനിക്കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ലഹരി വിപത്തിനെതിരെ പ്രതിജ്ഞയുമെടുത്തു. DYFI കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ നൈറ്റ് മാർച്ചും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. ചിറ്റണ്ട പടിഞ്ഞാട്ടുമുറി NSS പരിസരത്തു നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ച് ചിറ്റണ്ട സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ജനജാഗ്രതാ സദസ്സ് DYFI തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിഷ്ണു K രാജ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി മിഥുൻ ലാൽ, CPM എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M നന്ദീഷ്, DYFI കുണ്ടന്നൂർ മേഖലാ ട്രഷറർ അബ്ദുൾ റഷീഖ് എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖുത്തുബയ്ക്കും ഖത്തീബ് അത്തീഖു റഹ്മാൻ ബാഖവി നേതൃത്വം നൽകി. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ പെരുന്നാൾ സന്ദേശം നൽകി. സമൂഹ പ്രാർത്ഥനയും ഖബർ സിയാറത്തും നടന്നു. മധുര വിതരണവും ഉണ്ടായിരുന്നു. പാടൂർ അൽ സലാം സലഫി മസ്ജിദ് കമ്മിറ്റി ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. അൽ സലാം മസ്ജിദ് പരിസരത്ത് നടന്ന ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. ഈദ്ഗാഹിന് സുഹൈബ് മദീനി നേതൃത്വം നൽകി. വർദ്ധിച്ചുവരുന്ന മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദോഷഫലങ്ങളെക്കുറിച്ചും ധാർമ്മികതയിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്ന യുവതലമുറയെക്കുറിച്ചും പെരുന്നാൾ ഖുത്തുബയിൽ അദ്ദേഹം വിശദീകരിച്ചു. ഖുത്തുബയ്ക്ക് ശേഷം മധുര വിതരണം ചെയ്തും പരസ്പരം ആലിംഗനം ചെയ്തും സൗഹൃദങ്ങൾ പങ്കിട്ടുകൊണ്ട് ഈദ് ആഘോഷമാക്കി മാറ്റി. ചാവക്കാട് മുതുവട്ടൂർ രാജാ ഹാളിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് സുലൈമാൻ അസ്ഹരി നേതൃത്വം നൽകി. ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരം ഗ്രൗണ്ടിൽ ഈദ്ഗാഹ് മുനീർ വരന്തരപ്പള്ളി നേതൃത്വം വഹിച്ചു. എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് ദാരിമി അരിമ്പ്രയും, കിറാമൻകുന്ന് ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് സാബിദ് സഖാഫിയും,
പുതിയറ ജുമാ മസ്ജിദിൽ ഹസൻ ലത്തീഫിയും നേതൃത്വം നൽകി. പുന്ന ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് നൌഷാദ് സഖാഫിയും, മണത്തല ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് കമറുദ്ദീൻ ബാദുഷയും, ചാവക്കാട് ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഹംസ സഖാഫിയും, ചാവക്കാട് ജലാലിയ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് നൌഷാദ് സുഹരിയും നേതൃത്വം നൽകി. പാടൂർ മഹല്ല് ജുമാ മസ്ജിദിൽ നടന്ന ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് അബ്ദുറഹ്മാൻ അൽ ഖാസിമി നേതൃത്വം നൽകി. സദർ ഉസ്താദ് റഷീദ് അൻവരി, മഹല്ല് പ്രസിഡന്റ് BM മുസ്തഫ, സെക്രട്ടറി RV ഉമ്മർ, ട്രഷറർ KH കമറുദ്ദീൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കൂട്ടപ്രാർത്ഥനയും മധുരപലഹാര വിതരണവും ഉണ്ടായിരുന്നു. മുല്ലക്കര മുസ്ലിം മഹല്ല് ജമാഅത്ത് ജുമുവ മസ്ജിദിൽ വിശ്വാസികൾ ഈദുൽ ഫിത്തർ ആചരണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഖത്തീബ് അബ്ദുൽ കബീർ നിസാമി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. പെരുന്നാൾ നിസ്കാരത്തിന് 2 അറബി ഖുതുബകൾക്കും കൂട്ട ദുവായ്ക്കും സിയാറത്തിനും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. 1 മാസം നീണ്ടുനിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് മഹല്ല് നേതൃത്വം നൽകുന്നത്. ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്ത ശേഷമാണ് വിശ്വാസികൾ മടങ്ങിയത്. കൊടകര മേഖലയിലെ വിവിധ ജുമാ മസ്ജിദുകളിൽ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നമസ്കാരത്തിന് ശേഷം ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ഉണ്ടായിരുന്നു. വെള്ളിക്കുളങ്ങര റിഫായി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഇമാം സിയാദ് ബാഖവി നേതൃത്വം നൽകി. കൊടകര ടൗൺ ജുമാ മസ്ജിദിൽ അലി സഖാഫിയും, മറ്റത്തൂർ നെല്ലിപ്പറമ്പ് ജുമാ മസ്ജിദിൽ മാഹിൻ മൗലവി അൽ ഖാസിമിയും, കോടാലി ജുമാ മസ്ജിദിൽ അബ്ദുൾ റഹ്മാൻ മുസ്ലിയാരും, പത്തുകുളങ്ങര ജുമാ മസ്ജിദിൽ ഇസ്മായിൽ ഫൈസി ചെങ്ങമനാടും, വെള്ളിക്കുളങ്ങര ടൗൺ മുഹയുദ്ദീൻ ജുമാ മസ്ജിദിൽ നൌഫൽ ബാഖഫിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. എളവള്ളി നോർത്ത് ജുമുവ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഖത്തീബ് സയ്യിദ് ഹുസൈൻ ജമലുൽ ലൈലി അൽ സഖാഫി ചേളാരി പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. മധുരം വിതരണം ചെയ്തും പരസ്പരം ആലിംഗനം ചെയ്തും വിശ്വാസികൾ സൗഹൃദം പുതുക്കി. മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ കബീർ, സെക്രട്ടറി RA കരീം, റാഫി വലിയകത്ത്, പ്രവാസി കമ്മിറ്റി പ്രതിനിധി RM സിദ്ദീഖ്, PU ഖമറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചേറ്റുവ മഹല്ല് ജുമാ മസ്ജിദിൽ മഹല്ല് ഖത്തീബ് സലീം ഫൈസി അടിമാലി ചെറിയ പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം പ്രത്യേക കൂട്ടപ്രാർത്ഥനയും നടന്നു. അബ്ദുൽ ലത്തീഫ് ഹാജി, ഇബ്രാഹിം കുന്നത്തുകായിൽ, നൌഷാദ് കുട്ടിലിങ്ങൽ, ES ഖാദർ, RP ജുനൈദ്, NM അബ്ദുൽ ജലീൽ എന്നിവർ മഹല്ല് നിവാസികൾക്ക് ഈദ് ആശംസകൾ നേർന്നു. കയ്പമംഗലം മേഖലയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും പള്ളികളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. കൊപ്രക്കളത്ത് നടന്ന ഈദ്ഗാഹിന് മുഹമ്മദ് റസൽ സ്വലാഹിയും, കാളമുറി മസ്ജിദ് സഫയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ജാഫർ സഖാഫിയും, കാളമുറി മസ്ജിദിൽ മുബാറക്കിൽ നടന്ന നമസ്കാരത്തിന് MI അബ്ദുൽ ജലീൽ മൗലവിയും നേതൃത്വം നൽകി. മറ്റത്തൂർ ചെട്ടിച്ചാലിലെ വീട്ടുപറമ്പിൽ കാക്കത്തമ്പുരാട്ടി ഇനത്തിലുള്ള പക്ഷിയുടെ കൂട് കണ്ടെത്തി. നാട്ടിൻപുറങ്ങളിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഒരിനം കാട്ടുപക്ഷിയാണ് കാക്കത്തമ്പുരാട്ടി. ചെട്ടിച്ചാൽ എടത്താടൻ രാമകൃഷ്ണന്റെ വീടിന് സമീപത്തെ പ്ലാവിലാണ് കാക്കത്തമ്പുരാട്ടിയുടെ കൂട് കണ്ടെത്തിയത്. ഏതാനും ദിവസം മുൻപാണ് പ്ലാവിലെ ഉയർന്ന ചില്ലയിൽ പക്ഷി കൂടുവെച്ച് മുട്ടയിട്ടത്. 2 ദിവസം മുൻപ് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തുവന്നു. 3 കാക്കത്തമ്പുരാട്ടി കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കൂട്ടിലുള്ളത്. ചിറകുമുളച്ച് കുഞ്ഞുങ്ങൾ പറന്നു പോകുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാർ. മയക്കുമരുന്നിനെതിരെ പെരുന്നാൾ ദിനത്തിൽ മനുഷ്യച്ചങ്ങല തീർത്ത വിവിധ കൂട്ടായ്മകൾ. കാക്കാത്തിരുത്തി, ചളിങ്ങാട്, ചന്ദ്രാപിന്നി, ചിറക്കൽ, പള്ളി എന്നിവിടങ്ങളിലാണ് ഈദ് നമസ്കാരത്തിന് ശേഷം മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞ ചൊല്ലിയത്. ചിറക്കൽ ജുമാ മസ്ജിദ് അസിസ്റ്റന്റ് ഖത്തീബ് യൂനുസ് നയീമി, ET ടൈസൺ MLA, നജീബ് എക്സൽ, കാക്കാത്തിരുത്തി മഹല്ല് പ്രസിഡന്റ് PA അബ്ദുള്ള എന്നിവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ലക്ഷ്യത്തിലേക്ക് ഞാനും ഒപ്പമുണ്ടാകും. തൃശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിലും നികുതി പിരിവിലും ചാവക്കാട് നഗരസഭ ഒന്നാമതെത്തി. ജനകീയാസൂത്രണ പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ ആദ്യ 10ൽ ഇടം നേടാനും നഗരസഭയ്ക്ക് സാധിച്ചു. ജനകീയാസൂത്രണ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി നിരവധി വികസന പദ്ധതികളാണ് ചാവക്കാട് നഗരസഭയിൽ നടപ്പാക്കിയിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനം, മാലിന്യ സംസ്കരണം, കാർഷിക മേഖലയിലെ പുരോഗതി, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നഗരസഭ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്.
നികുതി പിരിവിലെ കാര്യക്ഷമതയും നഗരസഭയുടെ നേട്ടങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായ നികുതി പിരിവിലൂടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8425 രൂപ, പവന് 67,400 രൂപ, വെള്ളി ഗ്രാമിന് 111 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3400 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും മോഷണം പോയി. കവർച്ച നടത്തിയത് മുഖംമൂടി ധരിച്ചെത്തിയ 2 അംഗ സംഘം. ശ്രീകുരുമ്പക്കാവിനെ ചെമ്പട്ടണിയിച്ച് ആയിരങ്ങൾ കാവ് തീണ്ടി. ഭരണിയാഘോഷത്തിന് ചൊവ്വാഴ്ച സമാപനമാകും. എറവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോ യാത്രക്കാർക്ക് രക്ഷകരായി പോലീസുകാർ. അപകടത്തിൽപ്പെട്ട ചിറ്റിശ്ശേരി സ്വദേശി വിനുവിനെയും കുടുംബത്തെയുമാണ് പോലീസുകാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. പുലിഭീതിയിലായ ചാലക്കുടി കണ്ണമ്പുഴ പ്രദേശത്ത് കൂടുതൽ സജ്ജീകരണങ്ങളുമായി വനംവകുപ്പ്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലും ഭീതി വിതച്ചു പായുന്ന പുലി കാടുകുറ്റിയിലും എത്തി. വെള്ളിക്കുളങ്ങര ചൊക്കന തോട്ടം മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.